പുരം ജനറൽ ആശുപത്രിയിൽ ഗുരുതരമായ ചികിത്സാ പിഴവ്. മുറിവിനൊപ്പം കയ്യുറ കൂടി തുന്നിക്കെട്ടി. അസഹ്യമായ വേദനയെ തുടർന്ന് ബാൻഡേജ് അഴിച്ചു നോക്കിയപ്പോഴാണ് കയ്യുറ കണ്ടെത്തിയത്. നെടുമങ്ങാട് സ്വദേശി ഷിനുവിനാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. പുറത്തു കാണാൻ പറ്റാത്ത തരത്തിൽ ആണ് താനും കയ്യുറയുടെ ഭാഗം. ഈ ദൃശ്യം ആണിപ്പോൾ ന്യൂസ് 18 ലഭിച്ചത്. PV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, അങ്ങേയറ്റം ഗുരുതരമാകുന്ന അനാസ്ഥ. നമുക്കറിയാം, ഒരു പ്രസവിച്ച യുവതിയുടെ വയറ്റിനുള്ളിൽ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടവും ആക്ഷേപവും പ്രതിഷേധവും ഒക്കെ തുടരുന്നത് കേരളത്തിൽ സജീവ ചർച്ചയാണ്. അതിനിടയിലാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, എങ്ങനെ സംഭവിച്ചു എന്ന അത്ഭുതം തോന്നുന്ന ഈ പിഴവ് സംഭവിച്ചത്. അഭിലാഷ്, പുറത്ത് കാണാവുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കയ്യുറയുടെ ഭാഗം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് നെടുമങ്ങാട് സ്വദേശിയായ ഷിനു നെയ്യാറ്റിൻകര സ്വദേശിയാണ്. നെടുമങ്ങാട് വാടകയ്ക്ക് താമസിക്കുകയാണ്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലായിരുന്നു ഈ ശസ്ത്രക്രിയ നടത്തിയത്. മുതുകിൽ ഒരു പൊള്ളൽ ഉണ്ടായതിനെ തുടർന്ന് അത് സർജറി ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു ഇങ്ങനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നത്. അതിനുശേഷം വീട്ടിലേക്ക് പോവുകയും അസഹ്യമായ വേദന അനുഭവപ്പെടുകയുമായിരുന്നു. ഇത് ബാൻഡേജ് കൊണ്ട് മറച്ചിരുന്നു. തുന്നിക്കെട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ബാൻഡേജ് കൊണ്ട് മറച്ചിരുന്നു. പക്ഷേ അസഹ്യമായ വേദന അനുഭവപ്പെടുകയും പിന്നീട് പഴുപ്പ് പോലെ ഈർപ്പം പുറത്തേക്ക് വരികയും ചെയ്തു. ഈ സമയത്ത് ഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഷിനുവിൻ്റെ ഭാര്യ തന്നെയാണ് ഈ ബാൻഡേജ് മാറ്റുന്നത്. ബാൻഡേജ് മാറ്റുന്ന സമയത്താണ് വളരെ വ്യക്തമായി പുറത്ത് കാണാവുന്ന തരത്തിൽ ഈ മുറിവിനോട് ചേർന്ന് കയ്യുറയുടെ ഭാഗം തുന്നിക്കെട്ടി വെച്ചിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് ആ കയ്യുറയുടെ ഭാഗമാണ്. ഇത് മുറിവിനകത്തല്ല, ഏതെങ്കിലും തരത്തിൽ അബദ്ധം പറ്റി മുറിവിനകത്ത് ആയി എന്ന നിലയിലല്ല, മറിച്ച് ഒരു തുന്നിക്കെട്ട് പൂർത്തിയാക്കുമ്പോൾ ഇത്രയും വലിയൊരു ഭാഗം പുറത്തിരിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന ഒരു വിശദീകരണമാകുമോ ഇനി ഈ ഡോക്ടറും അവിടെ അതോടൊപ്പം ശസ്ത്രക്രിയയ്ക്ക് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരും പറയുക എന്നതാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായിരുന്നാലും ഇത്രയും പ്രകടമായി വളരെ പ്രത്യക്ഷമായി നമുക്ക് കാണാവുന്ന തരത്തിൽ വലിയൊരു ഭാഗം കയ്യുറയുടെ വലിയൊരു ഭാഗമാണ് ഇങ്ങനെ മുറിവിനോട് ചേർത്ത് തുന്നിക്കെട്ടി വെച്ചിരിക്കുന്നത്. ഇതിനുള്ളിലും ഇതിൻ്റെ ഭാഗമായുള്ള ആ ഒരു കയ്യുറയുടെ ഭാഗം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇതിനുള്ളിലേക്കും ഈ റബ്ബറിൻ്റെ ഭാഗം ഉണ്ടാകും. കാരണം മുറിവിനോട് ചേർത്താണ് ഇത് ഇങ്ങനെ തുന്നിക്കെട്ടി വെച്ചിരിക്കുന്നത്. ഷിനു പറയുന്നത് വീട്ടിലേക്ക് എത്തി അത് ദിവസങ്ങൾ കഴിയുമ്പോൾ അടുത്ത ദിവസങ്ങളിലേക്ക് പോകുമ്പോഴേക്കും മുറിവ് വലിയ വേദന അനുഭവപ്പെടുന്ന നിലയിലേക്ക് മാറി. നീര് വരികയായിരുന്നു. തുടർന്നാണ് ഈ ഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഇത് അഴിച്ചു നോക്കുമ്പോൾ അതിനുള്ളിൽ കയ്യുറയുടെ ഭാഗം ഇരിക്കുന്നു. അതിലേക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ ഒരു യുവതിയുടെ വയറിനുള്ളിൽ കത്രിക കുടുങ്ങുകയും അത് KP ഗണേഷ് കുമാർ തന്നെ നിയമസഭയിൽ അദ്ദേഹത്തിന് പറയേണ്ടി വന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഭാഷ കടുത്തുപോയി എന്ന വിമർശനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇങ്ങനെ ഡോക്ടർമാരും അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അവരെ രോഗികളോ അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരോ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ കൃത്യമായി കേസെടുക്കണം. അത്തരം കാര്യങ്ങൾ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. ഡോക്ടർ വന്ദനയെ പോലുള്ള അവരുടെ ജീവൻ നഷ്ടമായതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കാരണവശാലും ആരോഗ്യ പ്രവർത്തകർ ആക്രമിക്കപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ്. പക്ഷേ തിരികെ ആരോഗ്യ പ്രവർത്തകരും അത്തരം ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ നിരുത്തരവാദപരമായ സമീപനം എങ്ങനെയാണ് ഈ ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന വലിയ അത്ഭുതപ്പെടുത്തുന്ന ചോദ്യമാണ് വരുന്നത്. കാരണം വളരെ പ്രത്യക്ഷത്തിൽ വളരെ പ്രകടമായി ഒരു കയ്യുറയുടെ ഭാഗം ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് തുന്നിക്കെട്ടി അവിടെ ബാൻഡേജ് ഒട്ടിച്ചു വിടാൻ എങ്ങനെയാണ് കഴിയുക ഒരു ഡോക്ടർക്ക് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. അഭിലാഷ്, തീർച്ചയായും അങ്ങേയറ്റം നിരുത്തരവാദിത്തപരമായ ഗൗരവമുള്ള പിഴവ് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇവിടെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ അത് ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞൊഴിയുമോ? അതിനപ്പുറത്ത് ആശുപത്രിയിൽ നിന്ന് വിട്ടപ്പോൾ കയ്യുറ ഉണ്ടായിരുന്നില്ല, ഷിനുവിൻ്റെ ഭാര്യ അഴിച്ചു പിന്നീട് കയ്യുറ ഫിറ്റ് ചെയ്തതാണ് എന്ന തരത്തിലൊക്കെയുള്ള വിചിത്രമായ റിപ്പോർട്ട് പോലുമൊക്കെ ഉണ്ടായേക്കാം. ഈ വരും വാർത്തകളിലും നമുക്ക് വിനോദിത വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. ആശുപത്രി അധികൃതരുടെ പ്രതികരണം എന്ത് എന്നതൊക്കെ കണ്ടറിയണം. കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ പോലും ഡോക്ടർമാരെ ന്യായീകരിക്കുന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുള്ളത് ആരോഗ്യ കേരളം കണ്ടിട്ടുള്ളതുമാണ്.